നമസ്കാരം. ഒരു ജാതി ജാതകം തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നു. നല്ല തമാശയുള്ള സിനിമ. ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ അരങ്ങിലുള്ളവരുണ്ട്. സംവിധായകൻ എം മോഹനൻ, ശ്രീ കുഞ്ഞികൃഷ്ണൻ, സയനോര. സ്വാഗതം. ജാതകത്തിൻ്റെ കാര്യം പറയുമ്പോൾ നാട് മുഴുവൻ മന്ത്രവാദികളും കൂടോത്രവും ആവിയാരവും സമാധിയും പല പലവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ജാതകം വേറെ സൈഡിൽ എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു സംഭവമാണ്. ആരുടെ ജാതകം കൊണ്ടാണ് പടം നന്നായി വന്നിട്ടുണ്ട്? അതിപ്പം നമ്മളെല്ലാവരും ജാതകം കൊണ്ടാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു സംഭവം ചെയ്യുമ്പോൾ ഒരു സിനിമയും ഒരു കൂട്ടായ പ്രവർത്തനമാണല്ലോ. അപ്പം ഒരു സിനിമ വിജയിക്കുമ്പോൾ അതിലുള്ള എല്ലാവരും സന്തോഷിക്കും. അപ്പോൾ എല്ലാവരും ജാതകം നന്നായി തന്നെ പറയാം. ഈ മോനേട്ടെ സംബന്ധിച്ച് നാട്ടിൽ പടം ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? സ്വാതന്ത്ര്യം എന്ന് നമ്മളിപ്പം കഴിഞ്ഞ പടങ്ങളിലെല്ലാം ഷൂട്ട് ചെയ്ത രീതിയിലൊക്കെ ആൾക്കാരൊക്കെ നല്ല സഹായം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ മുന്നേ ചെയ്ത പടങ്ങളിലെ ഇതുകൊണ്ടായിരിക്കാം എന്തോ ആൾക്കാരൊക്കെ ഭയങ്കര സഹായമാണ്. പക്ഷേ നാട്ടിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാർ, സുഹൃത്തുക്കൾ, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചവർ, അങ്ങനെ ഒരു സുഖം. അത് മാത്രമല്ല, ഈ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഈ മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മലബാറിൽ വടക്കേ മലബാറിലോട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. ഭയങ്കര രസമുള്ള സിനിമകൾ വരുന്നു, ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നു, പുതിയ ആർട്ടിസ്റ്റുകൾ വരുന്നു, ഒരുപാട് പേര് വരികയാണ്. ഇതായിരിക്കും അടുത്ത ആൾ. പിന്നെ ഈ ഒന്ന് ഇളകി ആടി ചെയ്തൊരു പടമാണെന്ന് തോന്നുന്നു. ചിരിക്കുക. അതെ, സത്യം സത്യമായി സത്യത്തിൻ്റെ അതിൽ ഞാൻ ശ്രദ്ധിച്ചത് ഈ കെട്ടിയിട്ടിരുന്ന കുഞ്ഞുകൃഷ്ണൻ മാഷിനെ അഴിച്ചു വിട്ടൊരു സിനിമ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇന്നത്തെ കേസുകളിൽ ആളുകൾ പറയുകയും ചെയ്തു. ഇന്നത്തെ കേസുകളിൽ നമ്മൾ പരിപാടിയില്ല. അപ്പൊ ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെന്നൈ വരെ എത്തിച്ചു, ഓടിച്ചു. എങ്ങനെയുണ്ട് സിനിമ മൊത്തത്തിൽ? ഈ വിനീത് ശ്രീനിവാസൻ്റെ അച്ഛനായി വരുന്നു. മൊത്തത്തിൽ സിനിമ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഈ സിനിമ ഇന്നാത്താൻ കേസ് കൂടുതൽ സിനിമ കണ്ട് അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ വിനീത് ശ്രീനിവാസനാണ്. അദ്ദേഹം ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, പിന്നെ ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്തിട്ട് ഒരാളെയും ഞാൻ എടുക്കൂല എൻ്റെ സിനിമയിൽ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്തായാലും ഒഴിവാക്കുകയും ചെയ്യലാണ്. ആ കൂട്ടത്തിൽ പറഞ്ഞ അന്ന് അദ്ദേഹത്തിന് എൻ്റെ പേരും അറിയില്ല, എന്നെ നേരിട്ട് അറിയുകയും ചെയ്യില്ല. അപ്പോൾ പറഞ്ഞ അന്നത്തെ കേസ് കൂടുതൽ ജഡ്ജിനെ എന്തായാലും ഞാൻ ഏതൊരു സിനിമയിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ എൻ്റെ നാട്ടിലൊരു പരിപാടിക്ക് കൊണ്ട് വന്നത് ഗാനമേളക്ക്. അപ്പോൾ അന്ന് എനിക്ക് അദ്ദേഹത്തെ കാണണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ, അല്ലാതെ അദ്ദേഹത്തിന് എനിക്ക് പോയി കാണാൻ വേണ്ടി പറ്റൂല. ഞാനാണ് സംഘാടകരായിട്ട് നല്ല ബന്ധം, എൻ്റെ നാട്ടിലാണല്ലോ. അപ്പോൾ അവരോട് പോയി പറഞ്ഞു. സംഘാടകർ 10,000 ആളുണ്ട് ഈ ഗാനമേള കേൾക്കാൻ വേണ്ടി വന്നിട്ട്. അതിൻ്റെ അടിയിലേ പോയി സ്റ്റേജിൻ്റെ പിറകിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ കാണിച്ചു. അപ്പോൾ പറഞ്ഞ്, മാഷെ നിങ്ങൾ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോഴും പറഞ്ഞത് എന്താണ്, ഒരു സിനിമ നമുക്ക് എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തൊട്ടടുത്ത മാസം തന്നെ ഇദ്ദേഹം എന്നെ വന്ന് കണ്ട്, ഗുരുവായൂർ അമ്പലം അറിയില്ല, അതിൻ്റെ ലൊക്കേഷനിൽ പോയ സമയത്ത് ഇദ്ദേഹം വന്ന് കണ്ട് കഥ പറഞ്ഞു. ഇദ്ദേഹം വന്നതന്നെ വലിയ സന്തോഷം എനിക്ക്. പറഞ്ഞു, ഞാൻ ഈ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ആ പാട്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത പാട്ടും സീനും അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കാണുമ്പോൾ ഇദ്ദേഹം വന്ന് കഥ പറയുമ്പോൾ തന്നെ കഥ പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, അല്ലാതെ തന്നെ ഞാൻ എന്തായാലും ചെയ്യുമായിരുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും വരും. അപ്പോൾ പിന്നെ വിനീത് ശ്രീനിവാസൻ നായകനാന്ന് കൂടെ പറഞ്ഞപ്പോൾ പിന്നെ സന്തോഷമായി. അങ്ങനെ ഇതിലേക്ക് വിളിച്ചു. സന്തോഷം. ഈ ഒരു ജാതകം ഇപ്പോൾ റിലീസായി കണ്ടവരെല്ലാം പറയുന്നു പറഞ്ഞാൽ ഒരുപാട് ടെൻഷൻ അടിച്ച് അല്ലേ, നമ്മുടെ ജീവിതത്തിൽ മൊത്തം ടെൻഷനായി നിൽക്കുന്ന സമയത്ത് ഒരു ചിരിക്കാൻ കിട്ടൊരു അവസരം. അല്ല, അതെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ സാധാരണ ഈ ജാതകവും ഈ മന്ത്രവാദവും ജ്യോതിഷ്യന്മാരെ എല്ലാം ഇപ്പോൾ ഏതാണ്ട് ഒരു വേറൊരു ആംഗിളിലാണ് കാണുന്നത്. എല്ലാം പേടിയാണ്. അതായത് എന്താണ് പറയുന്നത് കാര്യമായി. ഇത് പക്ഷേ ഇത് അതായത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി ട്രാക്കിൽ പോകുന്നൊരു സിനിമ കണ്ട് നല്ല സന്തോഷം. ആദ്യ ഭാഗം ചിലപ്പോൾ ആ വഴിക്കാതെ ചിന്തിക്കുന്നത് ചിലപ്പോൾ തോന്നിപ്പോകും, പക്ഷേ അതൊന്നും അല്ല എന്ന അവസാനം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല റിവ്യൂസ് വരുന്നു, നല്ല അഭിപ്രായം പറയുന്നു. സയനോര എന്ത് ധൈര്യത്തിലാണ് ഇതിനകത്ത് അഭിനയിക്കാൻ തീരുമാനിച്ചത്? എനിക്ക് ഭയങ്കര റാൻഡംലി ആണ് കോള് വന്നത്. അപ്പോൾ ഇങ്ങനെ കോള് വന്നപ്പം വിനീതിൻ്റെതാണെന്ന് അറിഞ്ഞ്, പിന്നെ ദ ഹോൾ ടീം വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി.
അപ്പൊ പിന്നെ ആകെ ഒറ്റ ദിവസം ഒരു ഷൂട്ടേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക്. പിന്നെ ധാരാളം ഒരു ദിവസം ഇത് എത്രയോ ദിവസം അങ്ങനെയല്ല, അന്ന് സൈനോട്ട് മാത്രം സീനുകൾ എടുത്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സാധാരണ ഇതിൽ 3-4 ദിവസം ചിലപ്പോൾ വേണ്ടി വരും. ഒരു ദിവസം കൊണ്ട് കഴിച്ചിലാക്കി. പിന്നെ ഒരു ദിവസം കൊണ്ട് കഴിച്ചിലാക്കി. ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് എളുപ്പത്തിൽ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റി. അത് മാത്രമല്ല, ഇപ്പോൾ സൈനോരെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൈനോരെ സ്ക്രീനിൽ കാണുമ്പോൾ പാട്ടുണ്ടാവും, അപ്പോൾ പാട്ടുകാരിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇമ്പ്രഷനിലായിരിക്കുമല്ലോ സൈനോരുണ്ടെന്ന് കേൾക്കുമ്പോൾ. പക്ഷേ ഇതാരും പ്രതീക്ഷിക്കാത്ത റോളില് പോലും പാടാതെ മറ്റൊരു പാട്ടുകാരനും ഉണ്ട് ഇതിൽ. വിധു ഉണ്ട്, അദ്ദേഹം എൻട്രി അല്ലേ? അതെ അതെ അതെ. അപ്പൊ 3 പാട്ടുകാരുണ്ട് അപ്പോ ടോട്ടല് വിനീത് അടക്കം. അതാണ് ആരും പ്രതീക്ഷിക്കാത്ത റോളിൽ സൈനോരെയും മൊത്തത്തിൽ ഇങ്ങനെ പല തരത്തിലുള്ള ചില അത്ഭുതങ്ങൾ ഒളിച്ചു വെച്ചേക്കുന്ന ഒരു സിനിമ. ഈ പറഞ്ഞ പോലെ കണ്ണൂരിൻ്റെ ഒരു മൊത്തത്തിലുള്ള അന്തരീക്ഷവും അവിടുത്തെ ഒരു ഭാഷയും നന്മയും അവിടുത്തെ ആൾക്കാരും ഇതെല്ലാം വരുന്നൊരു സിനിമയാണ്. എങ്ങനെയാണ് മോനേട്ടാ ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഇത്? ശരിക്കും യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ് ഈ കഥ, ഈ സിനിമ. ശരിക്കും ഞാനും രാകേഷ് മണ്ടോടിയും കൂടിയിട്ട് വിനീതിൻ്റെ അടുത്ത് വേറൊരു സബ്ജക്റ്റുമായിട്ടാണ് പോയത്. അപ്പോൾ ആ സബ്ജക്റ്റ് ഇത് വർക്ക് ചെയ്തു ചെന്നൈയിൽ, അത് ഫുൾ നറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഭാഗത്തൊക്കെ വിനീത് ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ പറഞ്ഞു, അങ്ങനെ ചെറിയൊരു യോജിപ്പ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, പിന്നീട് അത് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് അതിനിടയിൽ രാകേഷ് 2013 മറ്റോ ഈ ഒരു പ്ലോട്ട് മനസ്സിൽ വെച്ചിരുന്നു. അതെൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ തിരക്കിലായി. അപ്പോൾ അതെന്തോ അവന് ഓർമ്മ വന്നു. അപ്പോൾ അന്നേരമുള്ള ഓർമ്മയിൽ ഇവൻ കുറച്ച് അതിൻ്റെ സിറ്റുവേഷനും ഡയലോഗൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിനീതും ആ സീറ്റിൽ നിന്ന് എണീറ്റ് പൊട്ടി ചിരിച്ചു. അപ്പോൾ ഞാൻ നേരെ വിനീതിൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇത് നമുക്ക് ചെയ്താലെന്ന്. അപ്പോൾ വിനീതിനും മണ്ടോടിക്ക് അത്ഭുതമായി. മാമൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന്. സംഭവം ചെയ്യാം, പക്ഷേ നമുക്ക് നമ്മളായ റൂട്ടിലേക്ക് മാറ്റിക്കൊണ്ടുവരാം. അതൊരു ഹ്യൂമറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തന്നെ തീരുമാനിച്ചു. പിന്നെ ഞാൻ വർണ്ണയത്തെ സുബേറിനെ വിളിച്ചിട്ട് സുബേർ, നമ്മൾ ആ സാധനമല്ല ചെയ്യുന്നത്, വേറൊരു സാധനം, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് ഓക്കെയാണ്, കാരണം നിങ്ങളുടെ ടീമിന് എനിക്ക് വിശ്വാസമുണ്ടെന്ന്. പിന്നെ പ്രൊഡ്യൂസർ കൺസേൺ കൂടി ആയപ്പോൾ വർക്ക് ചെയ്തു. പിന്നീടാണ് കുറേ കാര്യങ്ങൾ പിന്നെ രാകേഷിൻ്റെ കൂടെ സരേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു കോറൈറ്റ് ഉണ്ടായിരുന്നു, അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഈ രീതിയിൽ എത്തിച്ചു. എനിക്ക് ഇപ്പോൾ വിനീതിൻ്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ 38 വയസ്സായിട്ടും കല്യാണം കഴിക്കും ശരിയാകാതെ നടക്കുന്ന ഒരു അത്യാവശ്യം വിനീത് ഇളകി ചെയ്തിട്ടുള്ളൊരു കഥാപാത്രം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ഒരു മുമ്പത്തെ സിനിമയാണ്. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു, അതിനകത്ത് ഭയങ്കര ഒതുങ്ങി ചെയ്തൊരു ക്യാരക്ടറായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഇപ്പുറത്ത് വരുമ്പോൾ അതേ നായകനും അതേ നായികയാണ് പുതിയ പടത്തിൽ വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ളൊരു കോമ്പിനേഷനും? കുറച്ച് വിനീത് പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല, പക്ഷേ ഈ പടത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ഒന്നിളകി ചെയ്യേണ്ട ഒരു കഥാപാത്രമല്ലേ? അതെ അതെ, അത് നമ്മൾ ഇതിപ്പം ഈ സിനിമ കണ്ടവർക്കറിയാം, നാച്ചുറലി നമ്മളെ നാട്ടിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ 38 വയസ്സുകൊണ്ട് കല്യാണം കഴിയണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ അവരുടെ പ്രതിസന്ധികളും ഫ്രസ്ട്രേഷനും സങ്കടങ്ങളും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. അവന് പെണ്ണ് ഏകദേശം ഓക്കെ എന്ന് പറയുമ്പം അച്ഛനും അമ്മയോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. അങ്ങനെ അവർ ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം സീരിയസ് ആണ്. പ്രേക്ഷകനത് ചിരിക്കാനുള്ള വകയായി മാറുന്നേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതിലൂടെ ഇപ്പം നേരത്തെ തുടക്കത്തിൽ തന്നെ ലല്ലു പറഞ്ഞതുപോലെ ഇത് ഈ ഒരു അടുത്ത എനിക്കൊന്നൊരു 10-15 വർഷത്തിനുള്ളിൽ ഇത് വലിയൊരു കച്ചവടമായി മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹൈവേയിലൊക്കെ യാത്ര ചെയ്യുമ്പം പല പുതിയ പുതിയ ബോർഡുകൾ, ജ്യോത്സ്യന്മാരുടെ ബോർഡുകൾ, പിന്നെ ആൾക്കാർ ഇത് ഇങ്ങനെ ഓട്ടമാണ് പല സ്ഥലങ്ങളിലും ജ്യോത്സ്യന്മാരുടെ. അപ്പോൾ നമുക്ക് അതിലൂടെ ഒന്ന് പോവാം. ഇത് പിന്നെ ഞാൻ കുറേ മുമ്പ് ഒരു ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ശ്രമം നടത്തിയതാണ്. അപ്പം ഇപ്പം തന്നെ നോക്കിയാലറിയാം, ഇത് കേരളത്തിൽ വമ്പിച്ച തോതിലാണ് ഡിവോഴ്സിൻ്റെ എണ്ണം പെരുകി വരുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പൊരുത്തമില്ലായ്മയാണ്. അപ്പോൾ ജാതകമല്ല പൊരുത്തപ്പെടേണ്ടത്. ഇപ്പം ഫ്രണ്ട്ഷിപ്പായാലും എവിടെയായാലും മനപ്പൊരുത്തമാണ് വേണ്ടത് എന്നുള്ളൊരു സാധനം ഒരു ഫണ്ണി ആയിട്ട് പറയാമെന്ന് തോന്നി. അത് തലശ്ശേരി ഭാഷയിൽ, തലശ്ശേരിക്കാരൻ. അതിൻ്റെ കാരണം വെച്ചാൽ ചെന്നൈയിൽ നിന്ന് വളരെ റിസ്ക് എടുത്തിട്ടാണ് വരുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ട്രെയിൻ കയറിയിട്ട് തലശ്ശേരിയിൽ വന്ന് അപ്പോഴേക്കും ഒരു പെണ്ണൊക്കെ ബ്രോക്കറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഞായറാഴ്ച വൈകിട്ട് തിരിച്ച് ചെന്നൈയിലേക്ക് പോകുകയാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ദുബൈയിൽ നിന്നുള്ള പെണ്ണുകാണ്. ഇത് എൻ്റെ മരുവള് എന്ന് വെച്ചാൽ രാകേഷ് മണ്ടോടിയുടെ പെങ്ങൾ. അവൾക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതൽ
ഈ പെണ്ണതിന് ശേഷം വരും. കാണാൻ കുറച്ച് കളറും ദുബായ്ക്കാർ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിരന്തരമായി ഇവരാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും. ഈ ദുബായ്ക്കാർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പൊതുവേ ജാതകത്തിലുള്ള അങ്ങനെ, ഞാൻ ഈശ്വരവിശ്വാസിയാണ് ഒക്കെ ആണ്, പക്ഷേ ജാതകത്തിലൊന്നും നമുക്കത്ര വലിയ താല്പര്യമില്ലാതെ കൂട്ടത്തില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവരെ രണ്ടുപേരും കുറിപ്പ് കൊടുത്തിട്ട് ജോത്സ്യനെ കാണാൻ പോയിട്ടുണ്ട്. അന്നേരം ഈ ദുബായ്ക്കാർക്ക് കൊങ്ങ കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ കാലഘട്ടം കഴിഞ്ഞിട്ട് അവരെണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത് ആ സംഭവങ്ങളൊക്കെ ഈ കാണുന്ന പ്രേക്ഷകന് ചിലപ്പോൾ ഇത് റിലേറ്റഡ് ആവുന്നുണ്ടാവും. ഇന്നിപ്പോൾ ദുബായ്ക്കാരന് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ തെണ്ടിപ്പോകും. അതിന് വേണ്ടി ആളുകൾ ജാതകപ്രകാരമാണ് പറഞ്ഞത്. ജാതകപ്രകാരമാണ്. എന്നാലും നമ്മുടെ ടെൻഷൻ അവർക്ക് അച്ഛനമ്മയ്ക്കൊരു പെൺകുട്ടികളാണ്. അവളെ ദുബായിൽ കെട്ടിച്ചു. ദുബായി പോയി കഴിഞ്ഞാൽ ആഴ്ചക്ക് ഒരു കോള് വരിക എന്നല്ലാതെ അതുകൊണ്ട് പുറത്ത് അധികം ദൂരത്ത് പോകണ്ടെന്നില്ലാണ്. അപ്പോൾ ജോത്സ്യനും പറഞ്ഞ് അയ്യോ ദുബായ് അല്ലേ ഇവർക്ക് പറ്റിയത്, ഇവർക്ക് ബിസിനസ്സുകാരനെ പറ്റിയത്. ബിസിനസ്സുകാരൻ വന്നു, അത് ജാതകം കൊണ്ടാണോ എന്ന് അറിയില്ല. പക്ഷേ ഇതിനെ ഒരു തമാശ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നതാണ്. പിന്നെ അവസാനം ഇങ്ങനൊരു മാറ്ററിലേക്ക് ഇത് കൊണ്ടുവന്നത്. ഈ ജാതകത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണെന്നറിയാം. പക്ഷേ ഇതുപോലൊരു പടത്തിൽ ഇതുപോലൊരു വേഷത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞീഷിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഈ സിനിമയുടെ ആകെ സത്ത എന്ന് പറയുന്നത് അവസാനം പറയുന്നൊരു ഡയലോഗ്, അതിലെല്ലാമായി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗായി. അല്ല, ഈ ഒരു ടീം മൊത്തത്തിൽ ടീമിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഇത് പറഞ്ഞാൽ മിക്കവാറും എല്ലാ ദിവസവും എനിക്ക് കാര്യമായിട്ടുണ്ടായ ഷൂട്ടുണ്ടായത് ആ തറവാട്ടിലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ആ തറവാട്ടുകാർ, ആ കുടുംബത്തിൽ അവരുടെ ഒരു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവരെല്ലാ ദിവസവും നമ്മളുമായിട്ട് രാവിലെ അവരെത്തും, എല്ലാ സഹായവും ചെയ്യും, അവരഭിനയിക്കുകയും ചെയ്തു. കുടുംബം മൊത്തം അഭിനയിച്ചു. ആ കുടുംബത്തിലെല്ലാവരും അഭിനയിപ്പിച്ചതാണ്. കാശ് കൊടുത്താലും പുറത്തു വരുത്തുണ്ടല്ലോ. അവരോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരൂല. സാധാരണ ഒരു വീട് വിട്ടു തന്നിട്ട് പോലല്ല, അവരെല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇരിക്കുന്ന എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അല്ല ഒഴിവ് സമയങ്ങളിലെല്ലാം ഒരു വേറിട്ടൊരു ടീമായിട്ടല്ല. മാഷ പാട്ട്, പിന്നെ ഇവരുടെ ചേച്ചി കാസർഗോഡിലെ മുത്തശ്ശേറ്റിലെ അവരെല്ലാം അവരുടെ നാടൻ പാട്ട് എല്ലാം മൊത്തത്തിലൊരു ഈ ജാതകത്തിൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ കഥ പറയുന്ന ഒരു ആഘോഷമായിരുന്നു. ഉള്ളവരെല്ലാം കൂടി ഒരു ജോലിയായിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ ആരാ പിന്നെ ചായ ഉണ്ടാക്കുന്ന ആളായാലും അങ്ങനെ വേറിട്ടത് എല്ലാവരും ഒന്നിച്ച്, ഡയറക്ടർ വേറെ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ വേറെ, നടന്മാർ വേറെ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഈ സൈനോരെ സംബന്ധിച്ച് പാട്ട് നമുക്ക് വലിയ പ്രശ്നമുള്ള പരിപാടിയല്ല, കുഴപ്പമില്ല. സ്റ്റേജിൽ എത്ര പേര് പണ്ട് ചെയ്യുന്നാലും പാട്ട് എന്നൊരു ഒരു വിഷയമല്ല. ഇതെങ്ങനെ ഉണ്ടായിരുന്നു ഈ ആൾക്കൂട്ടത്തിൽ? ഇപ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ, ഇത് ശരിയാവുന്നുണ്ടോ ആക്ഷനൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ആദ്യത്തെ ഷോട്ട് ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചു പോയിന്. കാരണം ഡയലോഗ് തന്നിട്ട് ഞാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വെച്ച് എന്തെങ്കിലും ബ്രീഫിങ് എന്തെങ്കിലുമൊക്കെ കുറച്ചെന്തെങ്കിലും ഉണ്ടാവുന്നു. പക്ഷെ സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു മിനിറ്റ് അങ്ങനെയായിപ്പോയി. ഞാൻ ശരിക്കും ടെൻഷനായിപ്പോയി. പിന്നെ ശരിയായി. പിന്നെ കുറച്ച് പിക്ക് ചെയ്തു. കണ്ണൂരൊക്കെ ആയിട്ട് പിന്നെ അല്ലേ കുറെ കൂടെ ഒക്കെ. അതിന്റെ ഷൂട്ട് നടന്നത് കൊച്ചിയിലായിരുന്നു ഷൂട്ട് നടന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇവരെ ഈ ഹോൾ ഗ്രൂപ്പിന്റെ ഒന്നും എനിക്ക് അറിയുന്നില്ലല്ലോ. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മൾ കുറച്ച് ധൃതിയായിരുന്നു. കാരണം ഒരു ദിവസം കൊണ്ട് ഷൂട്ട് തീർക്കണം. ആ ഓഫീസ് ഒരു ദിവസത്തെ പെർമിഷൻ ഉള്ളൂ. രണ്ടാമത്തെ ദിവസം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൈനൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഒരു ഷോട്ട് എടുക്കുന്നത് വേവ് ഡ്രസ് മാറ്റുന്നത്, അടുത്തത് എടുക്കുന്നത് വേവ് ഡ്രസ് മാറ്റുന്നത്, ഇങ്ങനെയായിരുന്നു. അതിന്റെ ഒരു പ്രശ്നം സാധാരണ നമ്മള് ആർട്ടിസ്റ്റ് ഒന്ന് കംഫർട്ട് ആയാലും മാത്രമേ ചെയ്യാറുള്ളൂ. എന്നെ കംഫർട്ട് ആക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല. പഴയ സിനിമയിലെ ഈ പാട്ടശൈലിൽ നായികമാര് ഡ്രസ് മാറി വരുന്ന പോലെയാണ്. പടപടപടാന്ന് പറഞ്ഞിട്ട് അല്ല, പിന്നെയല്ല ശരിയായി. പിന്നെ ആദ്യത്തെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പിന്നെ പടപടാന്ന് പറഞ്ഞിട്ടങ്ങ് പോയി. പിന്നെ പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. അത് ഈ ഷൂട്ട് എത്ര ഒരു ദിവസം ഉണ്ടായിരുന്ന ആളുകൾ വിശ്വസിക്കൂല കേട്ടോ, ഒരാളും വിശ്വസിക്കൂല, അത്രയും ഉണ്ട്. അല്ല വലിയ കുറെ സീനുകളുണ്ടല്ലോ, നോർമൽ ഡയലോഗ് ഇല്ലല്ലോ. അതെ അതെ അതെ. ഇടക്കിടെ അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്തായി എനിക്ക് പൈസ ഞാൻ തരുന്നു വെറുതെ. അവസാനം ഈ നായകനെ അവസാനം ഈ സൈയിട്ട് നായകനെ ചീത്തൊളിക്കുന്ന ഒരു ലെവലിലേക്ക് വരെ വരുന്നൊരു ഇതാണ്. അതാണ് മെയിൻ. അതോടെ അവൻ പേടിച്ചിട്ട് ബാക്കി എന്താടാ എന്ന് പറയുമ്പോൾ ചെവി മറുപടി പറഞ്ഞു കൊടുക്കുന്നത് തെറി പറയാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എനിക്കൊന്നും ഇപ്പോൾ ആദ്യത്തെ ഷോട്ടൊക്കെ കഴിയുമ്പോൾ കംഫർട്ടായിട്ടുണ്ടാവൂലേ? പിന്നെ അതൊക്കെ കംഫർട്ടബിൾ ആയി. അപ്പോൾ എങ്ങനെയാണ് പരിപാടി? അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു വിളിച്ചാൽ ഒരു കൈ നോക്കാം എന്നുള്ളൊരു അത് ഉറപ്പായിട്ടും. നോക്കണം. നല്ലൊരു ആർട്ടിസ്റ്റാണ്. അതല്ലേ? നന്നായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു മലയാളത്തിന് പുതിയൊരു ആക്ട്രസിനെ കൂടെ തന്ന സിനിമയാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു പടം ആക്ച്വലി അഞ്ജലിന്റെ ചെയ്തിട്ടുണ്ട്, വണ്ടർ വിമൻ എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ രണ്ടാമത്തെ. വണ്ടർ വുമൻ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ എന്റെ രണ്ടാമത്തെ മൂവി. അതെ കുഞ്ഞുട്ട, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇന്നത്താൻ കേസുകൂട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മദനോത്സവത്തിൽ കണ്ടു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെ ഈ വരുന്ന സീനും ചെയ്യുന്ന കഥാപാത്രമൊക്കെ അത്യാവശ്യം ഇത്തിരി ലെങ്താകുന്നു, കൂടി വരുന്നുണ്ട്. സന്തോഷമാണ് മൊത്തത്തിൽ. കുഴപ്പമില്ല. അതിങ്ങനെ പോരാ. കുഴപ്പമില്ല. ഒന്നുകൊണ്ട് കുഴപ്പമില്ലാന്ന് പറഞ്ഞേ. മാഷൊരു ശൈലി അങ്ങനെയാണ്. അതിന്റെ നേരെ അടിപൊളി എന്നാണ് അർത്ഥം. അടിപൊളിയെന്നാണ്. ഈ ബാക്കി ഷൂട്ട് എത്ര ദിവസമായിരുന്നോ? ഷൂട്ട് 42 ദിവസം. ശരി. കുറേ ഫാസ്റ്റായിട്ട് പോയി. പിന്നെ ഒന്നാമത് നമ്മൾക്ക് എല്ലാ നമുക്ക് നമ്മൾ കൂടെ നിൽക്കുന്ന ക്രൂ, പ്രൊഡ്യൂസർ, അവർ തരുന്ന സൗകര്യങ്ങളെല്ലാം ഒന്നിനൊന്നും ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ആക്ഷൻ പറയുന്നതന്നെ ആരും കേൾക്കൂല. സാധാരണ സ്ഥലത്ത് പോയാൽ വല്ല സൈലൻ്റായി കഴിഞ്ഞാൽ ഒരു ആക്ഷൻ്റെ ഒരു ഒച്ചയുണ്ടല്ലോ. പിന്നെ എല്ലാം ഒരുമിച്ച് ചേരുക എന്നുള്ള വളരെ സൈലൻ്റ് ആണ്. അങ്ങനെയുള്ള കുറേ നമുക്ക് എല്ലാം അനുകൂലമായിരുന്നു. അതുകൊണ്ട് ഈ ഒരുപാട് പുതിയ ആൾക്കാരെ കാണുന്നുണ്ട്. ഇവരെയൊക്കെ ഇവിടെ നിന്നാണ് സംഘടിപ്പിച്ചത്? അല്ല, അത് നമ്മൾ തലശ്ശേരി ബേസ് തന്നെ ഉണ്ട്. നമ്മൾ കുറേ ആൾക്കാരെ സോഷ്യൽ മീഡിയ വഴിക്ക് അത് ഓഡിയേഷനൊക്കെ വിളിച്ചിരുന്നു. ഇപ്പോൾ അഭിനയിച്ച ആർട്ടിസ്റ്റിനെ പോലും അവരെ തന്നെ നമ്മൾ വിളിച്ച് വരുത്തിയിട്ട് ഈ ഡയലോഗ് പറഞ്ഞ് അങ്ങനെ കുറേ പ്രോസസ്സിങ് ഉണ്ടായി. പിന്നെ പുതിയ കുറേ ആൾക്കാരെ നമ്മൾ ക്യാമ്പ് നടത്തി, ട്രെയിനറെ വെച്ചിട്ടൊക്കെ ഒരാഴ്ച ക്യാമ്പൊക്കെ നടത്തി. അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. ഞാൻ ഇപ്പോൾ ഒറ്റ ക്ലൈമാക്സ് കൊണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു സംവിധായകൻ. ഒറ്റ ക്ലൈമാക്സ് ഈ മോനേട്ടൻ്റെ ഇതുവരെയുള്ള പടങ്ങളിലും കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഒരു ഞാൻ ശ്രദ്ധിക്കുള്ളത്, എൻ്റെ തോന്നലെന്ന് അറിയില്ല, ഒരു 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 സുഖമുള്ളൊരു പേസ് ഉണ്ട്. ഇപ്പോൾ കഥ പറയുമ്പോഴായാലും അരവിന്ദൻ്റെ രീതികളിലായാലും മണിക്കെല്ലാം ഒരു 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 ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആ പേസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡുള്ള പടമാണെന്ന് തോന്നുന്നു. അല്ലേ? ഇതെന്ന് വെച്ചാൽ ഇങ്ങനൊരു ജോണർ പറയുന്നുണ്ട്, സ്പീഡ് ഉണ്ടാവണം. പിന്നെ ഇതിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ഇവൻ ചെന്നൈയിൽ നിന്ന് ചെന്നൈ മേലിലെ സ്പീഡിൽ വരുന്നു, പെണ്ണ് കാണുന്നു, തിരിച്ചു പോകുന്നു. എന്തെങ്കിലും എന്തെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. പിന്നെ അതേപോലെ ഈ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. പിന്നെ അതിനിടയിൽ പെങ്ങളുടെ മകൾക്ക് ആരാധന ഇപ്പം തുടങ്ങുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീഡാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ തട്ടിപ്പോകുന്നുള്ള പേടി, ബേജാറ് പിടിച്ചൊരു ജീവിതമാണല്ലോ. പെണ്ണ് കാണാൻ പോകുന്നതിന് അവസ്ഥയാണ്. ബ്രോക്കർമാർ കൂടി ഒരു 5ഉം 10ഉം ആളെ കൂട്ടിക്കൊണ്ട് കാണിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. 12ഉം 13ഉം ചായ കുടിക്കുന്ന അവർക്ക് ടാർഗറ്റ് പൂർത്തിയാക്കണം. അങ്ങനെയുള്ള കുറേ സംഭവം അങ്ങനെയാണ്. പിന്നെ അതിൽ ഫീൽ ഗുഡ് ആയതുകൊണ്ടുള്ള അതിൻ്റെതായ ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ ഈ സത്യം ഈ അടുത്ത കാലത്ത് വരുന്ന സിനിമകളിൽ പ്രത്യേകിച്ച് ഫീൽ ഗുഡ് മൂവി അങ്ങനെ ഒരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അതാണെന്ന് ഉറപ്പിച്ച് തിയേറ്ററിൽ കയറുന്ന ആളുകളുണ്ട്. കൂടുമ്പോൾ ആളുകൾക്ക് ഈ ടെൻഷൻ കാലത്ത് കരയാനും ടെൻഷൻ അടിക്കാനും സങ്കടപ്പെടാനൊന്നും വയ്യ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം സിനിമകൾക്കും കൂടുതൽ ആൾ വരുന്നുണ്ട്, കൂടുതൽ ആളുകൾ കയറുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഔട്ട്കം ആദ്യം ഇതെല്ലാം കഴിഞ്ഞ് ഈ പടം കണ്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം തന്നെയാണ് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നത്. ഉറപ്പായിട്ടും. കാരണം ഞാൻ പറയില്ല, ആദ്യം തന്നെ നമ്മൾ ഫിക്സ് ചെയ്തത് ഈ രാകേഷ് മണ്ടോടി സംഭവം പറയുമ്പോൾ ഞാനും വിനീതും എല്ലാവരും ചിരിച്ചു, പറഞ്ഞ് അവനും ചിരിച്ചു. അങ്ങനെ ഒരു അപ്പം തന്നെ ഉറപ്പിച്ചു ഇത് ഈ സംഭവം ഓക്കെ ആയിരിക്കുമെന്ന്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. നമുക്ക് ഇതിൻ്റെ ഫൺ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ റിട്ടേൺ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് തന്നെ വർക്കായി. പിന്നെ എൻ്റെ ഒരു മനസ്സിലൊരു ആശങ്ക എന്താണെന്ന് പറഞ്ഞാൽ ഈ അരവിന്ദിൻ്റെ രീതികളിൽ ഒരു ഫാമിലി ഓഡിയൻസ് ഇത് കണ്ടിട്ട് ഇത് വേറൊരു അർത്ഥത്തിൽ എടുത്താൽ പിന്നെ പാളിപ്പോകും. പക്ഷേ എല്ലാവരും അതേ സ്പീഡിലെടുത്തു. ഇപ്പം നമ്മളിപ്പോൾ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയി ഫാമിലിസൊക്കെ എൻ്റെ അടുത്ത് വന്നവർ അരവിന്ദിൻ്റെ കണ്ടു, 5 വയസ്സുള്ള കുട്ടീനെ ഈ കുട്ടി ഇന്നലെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, ഇത് ഞങ്ങൾ ചിരിച്ചല്ലോ എന്ന് പറഞ്ഞു. കുറേ മാസങ്ങളായിട്ട് തിയേറ്ററിൽ ചിരി കിട്ടുന്നില്ല, ഞങ്ങൾ ചിരിച്ചു. ചെറിയ കുട്ടികൾക്ക് അർത്ഥം മനസ്സിലായാലും അവനും ചിരിച്ചു. അങ്ങനെ വരുമ്പോൾ അങ്ങനെ കിട്ടുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഓരോ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു കൂട്ടമായൊരു
ഒരു കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുമ്പോൾ അത് അപ്പോൾ ഈ വിനീതിനെ ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് ചോദിക്കാം. അപ്പോൾ അരവിന്ദൻ്റെ ചെയ്തു കഴിഞ്ഞാണ്. പക്ഷേ വിനീത് ഒരു സക്സസ്ഫുൾ സംവിധായകനാണ്. അതെ, മോഹനേട്ടനൊരു സക്സസ്ഫുൾ സംവിധായകനാണ്. അപ്പോൾ ഒരു സക്സസ്ഫുൾ സംവിധായകൻ വേറൊരു സക്സസ്ഫുള്ളായിട്ട് സംവിധായകനെ ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം അങ്ങനെയാണ്. അങ്ങനെ അതെന്താണെന്ന് എനിക്ക് അത് വ്യക്തമായി പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ വിനീത് എൻ്റെ അരവിന്ദിൻ്റെ ഇതിലാണ് അഭിനയിച്ചതെങ്കിലും എൻ്റെ എല്ലാ സിനിമകളിലും മൂപ്പരെൻ്റെ കൂടെ ഇരിക്കാറുണ്ട്. വിനീത് മണ്ടോടി ഇരിക്കാറുണ്ട്. രാജേഷ് മണ്ടോടി, അരവിന്ദിൻ്റെ മാണിക്കല്ലായാലും മറ്റുള്ള സംഭവങ്ങൾ. ഞാൻ ആദ്യൊരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അന്നേരം രാകേഷ് മണ്ടോടി സത്യം കമ്പ്യൂട്ടറിൽ എഞ്ചിനീയറായി ചെന്നൈയിൽ. അപ്പോൾ ഞാനൊരു തോട്ട് വന്ന് അവനെ വിളിച്ചിട്ട് പറയും. അപ്പോൾ അവന് ഓരോ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അത് കൃത്യമായ ഉത്തരം പറഞ്ഞാലേ അവന് ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെ അത് വിനീതിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റിൽ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അപരിചിതമോ അല്ലെങ്കിൽ ഡിഫറൻസോ തോന്നാറില്ല. അതൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. പിന്നെ അരവിന്ദിൻ്റെ രീതികളെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക്, അവനൊരു പാട്ടുകാരനായതുകൊണ്ട് അത് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ കുറേ റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞത് ഷാനും നീയും കൂടി ഇരുന്നെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞു. നമുക്ക് ആ ടെൻഷൻ ഒഴിവായി കിട്ടുമല്ലോ. അത് ഒരുപാട് വിനീതിൻ്റെ ആക്ടിങ്, അതായത് ഇപ്പോൾ അരവിന്ദൻ കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായിരുന്നു. ആ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വിനീതിൻ്റെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ് കാണുന്നത്? ആ ഗ്രോത്ത് ഇത് നല്ലൊരു ഗ്രോത്ത് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പം അടുത്തിറങ്ങിയ മുകുന്ദനുണ്ണി അസോസിയേറ്റ് കുറുക്കൻ അവസാനത്തെ ഭയങ്കര സംഭവമാണ്, ഒരു രക്ഷയില്ല. 2 പടത്തിൽ പിന്നെ തണ്ണീർമത്തൻ ദിനങ്ങൾ, ഞാൻ അതൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്. ഇപ്പം മലയാള സിനിമയിലെ പുതിയ യങ്സ്റ്റേഴ്സ് എല്ലാം വരുമ്പോൾ ഞാൻ അങ്ങനെ വാച്ച് ചെയ്യും. ഇപ്പോൾ ഫഹദായാലും ആസിഫ് അലി ആയാലും ഞാൻ അവരടുത്ത് പറയാറുണ്ട്, കാണുമ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ ശബ്ദമായി വാച്ച് ചെയ്യാറ്. അപ്പോൾ കയറി പോവാണ് ഈ പറഞ്ഞ ആർട്ടിസ്റ്റൊക്കെ. ഈ സത്യം പറഞ്ഞാൽ അത്തരം കഥാപാത്രങ്ങൾ വിനീതിനെ കാണാൻ ഭയങ്കര രസമാണ്. അതെ, ഭയങ്കര നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വിനീത് ശ്രീനിവാസൻ ഉണ്ടല്ലോ. ആ വിനീതിനെ കണ്ടാൽ ഈ കണ്ട പടങ്ങളൊക്കെ സംവിധാനം ചെയ്തൊരു വിനീതെന്ന് തോന്നത്തില്ല. ആ വിനീത് ഭയങ്കര ഇളകി സ്ക്രീനിൽ ഭയങ്കര രസമായിട്ട് ചെയ്യുന്ന കുറേ ഏതാണ്ട് ആ പറയുന്ന ജോണ്ടലുള്ളൊരു കഥാപാത്രമാണ് ഈ ജയേഷും. അതെ, അതെന്ന് വെച്ചാൽ അതിപ്പോൾ ആദ്യം ആ സബ്ജക്റ്റ് പറയാമെന്ന് തന്നെ അവന് എഴുന്നേറ്റ് ചിരിക്കുകയത്. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ സംഭവം വിജയിച്ചു എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പിന്നീട് നീങ്ങുന്നത്. പിന്നെ ഇവർ എല്ലാവരും കൂടി ഇരുന്നിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. വിനീതേട്ടൻ എന്താ തോന്നിയത് വിനീതുമായിട്ടുള്ളൊരു, കാരണം ഇത്രയും ഒരു പടത്തിൽ മുഴുവൻ ഉള്ളൊരു ക്യാരക്ടറാണ്. വിനീതുമായിട്ടുള്ള ഒരു സ്ക്രീൻ ഷെയറിങ് എങ്ങനെയായിരുന്നു? ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നതിൽ അതൊരു പ്രധാന ഘടകം തന്നെയാണ് വിനീത് എന്ന് പറയുന്നത്. മറ്റൊരു ചിലപ്പോൾ നമ്മൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ജാടയെല്ലാം കളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യം പോകാറുണ്ട്. അതിപ്പോൾ ഡയറക്ടറായാലും ആരായാലും ഒന്ന് മസിൽ പിടിക്കുന്നത് കണ്ടാൽ നമുക്ക് പ്രയാസം. പക്ഷെ ഒന്നുമില്ല, വളരെ ഫ്രീ ആയി നമ്മളെ അഭിനയിക്കാൻ അനുവദിക്കുന്നു. ഈ വിനീത് ശ്രീനിവാസൻ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പ്രയാസമില്ല, ഒരു കുഴപ്പമില്ല. ഇനി ഒരു പ്രാവശ്യം എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാലും ഒരു ബുദ്ധിമുട്ടില്ല, ഫ്രീ ആയി. അത് നമുക്കൊരു സുഖം തന്നെ. നാടകമാണ് തട്ടകം, ഇപ്പോൾ സിനിമയാണ് തട്ടകം. നാടകം വിട്ടിട്ടില്ല. നാടകം കളിക്കാൻ അവസരം കിട്ടിയ നാടകം കളിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം നാടകം നാട്ടിലുണ്ട്, പക്ഷേ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ പോകാനും പറ്റുന്നില്ല. ഒരു 30 ദിവസമെങ്കിലും ത്രൂ ഔട്ട് റിഹേഴ്സൽ വരെ നാടകം കളിക്കാൻ വേണ്ടി പറ്റും. നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ എന്ന് പറയുന്നത് അയ്യോ നല്ല അഭിപ്രായമല്ലേ, എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. നാടകക്കാരായ സുഹൃത്തുക്കൾ അറിയാം, സുഹൃത്തുക്കൾക്കെല്ലാം ഒരുപാട് സന്തോഷം. എന്ന് പറഞ്ഞാൽ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നത് അത് നാടകത്തിൻ്റെ ഗുണം തന്നെയാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വലിയ നാടകക്കാരൊന്നുമില്ല. നാട്ടിൽ അല്ലേ ക്ലബിൻ്റെ കലാസമിതിയിലെ ചെറിയ നാടകം, അത് ചിലപ്പോൾ കൊല്ലത്തേക്ക് ഒരു നാടകമായിരിക്കും കളിക്കൽ. ഈ തെരുവ് നാടകമാണ് നമ്മളൊരു ഒരേ നാടകം തന്നെ 10-200 വേദിയിലെല്ലാം കളിക്കും. അത് ഏകദേശം ഒരു ഓണം ആകുമ്പോഴത്തേക്ക് നാടകം സെറ്റ് ചെയ്ത് പോകും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ നാട്ടിലെല്ലാ സ്ഥലത്തും അരമണിക്കൂറേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പ്രസംഗം, അരമണിക്കൂർ ഈ തെരുവ് നാടകം. പക്ഷെ ആ ഒരു നാടകം തരുന്ന, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു കൂട്ടായ്മ ഒരു വൈബ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എത്രയോ മനുഷ്യരുണ്ട് അവിടെ, അത് അവർ തരുന്നൊരു എനർജി വേറെയാണ്. മനീഷ തിയേറ്റേഴ്സിൻ്റെ നാടകം കൊണ്ട് പോകുന്ന സമയത്ത് പറഞ്ഞാൽ ആ ട്രക്കറിൽ പോകുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു സംസാരവും അതൊരു ഊർജ്ജം തന്നെയാണ്. എല്ലാം മറന്നുകൊണ്ടുള്ള യാത്രയാണ്. യാത്ര ചെയ്ത് നാടകം കളിച്ച് ചിലപ്പോൾ 12 മണിക്കായിരിക്കും പോയിട്ട് തിരിച്ച്, അല്ലെങ്കിൽ 1 മണിക്കായിരിക്കും തിരിച്ചു വരുന്ന സമയത്തുള്ള ഈ പല കഥകളും പറയും, പാട്ട് പാടും, ചിരിക്കും. അതെല്ലാം കൊണ്ട് അതൊരു വലിയ സുഖൂല ഏർപ്പാട് തന്നെയാണ്.
എനിക്കൊന്ന് ഈ നമ്മുടെ ഈ പടത്തിൻ്റെ ലൊക്കേഷനിൽ ഏതാണ്ട് ആ ഒരു കൂട്ടായ്മയുടെ ഒരു സുഖം അല്ലേ, അതൊരു എല്ലാവരും നല്ല സൗഹൃദമാകുമ്പോൾ നമുക്കൊരു ഒരു രസമാണ് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ബലം പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് നമുക്കതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കും കംഫർട്ടബിളാണ്, അവരും നമ്മളിവിടെ ജോലി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നമുക്കൊരു ഫ്രീ ആയി സംസാരിക്കാമല്ലോ. അതെ അതെ ബേസിക്കലി നാടിൻ്റെ ഒരു ക്യാരക്ടർ അതെ അതാണ് ഞാനതാ പറഞ്ഞത്. ആ ഒരു ഏരിയയുടെയും ആ ഒരു നാടിൻ്റെയൊക്കെ ഒരു അവിടെ ഒരു ലാളിത്യം ഉണ്ടാവും. അതെ, നമ്മൾ ഈ കല്യാണ വീടുകളിൽ ഈ പുറത്തുനിന്നൊക്കെ ഉള്ള ചിലപ്പോൾ ഈ നമ്മൾ കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർ ഇപ്പോഴും അങ്ങോട്ടൊക്കെ കല്യാണ വീടുകളിൽ വന്നാൽ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഭയങ്കര കൂട്ടായ്മയുള്ള ഇങ്ങനെ ആളുകൾ അല്ല, സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യനന്ദിക്കാടിൻ്റെ കൂടെയായിരുന്നല്ലോ. സത്യൻ്റെ സെറ്റൊക്കെ അങ്ങനെയാണ്. സത്യൻ്റെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്യാപ്പിൽ ലൈറ്റപ്പ് ചെയ്യുന്ന ആ ഗ്യാപ്പിലെ സമയങ്ങളിൽ എല്ലാ ആർട്ടിസ്റ്റും ഒരുമിച്ചിരുന്ന് തമാശ പറച്ചിലും ഭയങ്കര രസമാണ്. അത് ഞാനിപ്പോൾ എൻ്റെ ലൊക്കേഷൻ എന്നുള്ളതിനേക്കാളും കൂടുതൽ അന്ന് പറഞ്ഞാൽ നമുക്ക് അസിസ്റ്റാകുമ്പോൾ നമ്മളതായ കുറച്ച് ഉത്തരവാദിത്തങ്ങളല്ലേ ഉള്ളൂ. ആ ഒരു പിന്നെ ക്രൂസ് യൂണിറ്റ് എല്ലാം അങ്ങനെ ഒരു ഫ്രീഡം സത്യൻ്റെ സെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതേപോലെ ഞാൻ ഡയറക്ടറാകുമ്പോൾ അതേ ഫ്രീഡം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കുണ്ട്. അത് ഓരോരുത്തർക്ക് എന്താ ചെയ്യേണ്ടത് അത് ചെയ്യുക, അത് കൃത്യമായി ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശ്രീധരൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഒരു സെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറാണ് എല്ലാം നിയന്ത്രിക്കുന്നത് സെറ്റിൻ്റെ അകത്ത്. അപ്പോൾ ഒരു ഡയറക്ടർക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ ബിഹേവ് ചെയ്യാം. ഇപ്പോൾ ഒരു ചായ എന്ന് അടുത്ത് നിൽക്കുന്ന പ്രൊഡക്ഷനിലെ ആളോട് ഒരു ചായ എന്ന് സ്നേഹത്തിലും പറയാം, ഒരു ചായ എടുത്തുകൊണ്ട് പോവാം ഇങ്ങനെയും പറയാം. രണ്ട് പറഞ്ഞാലും നമുക്ക് ചായ കിട്ടും. പക്ഷേ ഏതാണ് നമ്മൾ പറയുന്നത് നല്ലത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്കൊരിക്കലും അങ്ങനെ ഒരു ആജ്ഞാപിച്ചിട്ട് പറയാൻ പറ്റില്ല. ഒന്ന് ചായ തരുമോ അങ്ങനെയുള്ള രീതിയൊക്കെ പറയാൻ പറ്റും. അത് നമുക്ക് അതിൽ വേറെ ആർഭാടങ്ങളൊന്നുമില്ല. അത് അത്തരം വർക്കുകൾ സിനിമയിൽ നിന്നല്ല, ഏത് പ്രൊഫഷണലായാലും അത് നല്ല തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ആർട്ടിസ്റ്റായി കിട്ടുമ്പോൾ അത് ഒരു ഭാഗ്യം തന്നെയാണ്. സിനിമയിൽ പാട്ടില്ല, അഭിനയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനൊരു പാട്ടുകാരെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പാടിക്കാതെ വിടാൻ പറ്റത്തില്ലല്ലോ. ആയുധപാട് കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ പാട്ട് തന്നെ ആയിക്കോട്ടെ. ഏതാ? കല്യാണ പ്രായത്തിൽ. അത് അദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹം പാടുമല്ലോ. അത് സിനിമയിലെ പാട്ട്. അതെ, കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മതപ്പൂ കന്നം പൂവുണ്ടോ, കൂടെ വന്നേ പോ ആൺകിളി, ചൂടു തന്നേ പോ. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മതപ്പൂ കന്നം പൂവുണ്ടോ, ചൂടു തന്നേ പോ ആൺകിളി, ചൂടു തന്നേ പോ. ഇനി മാഷ്. കല്യാണ പ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതി പത്രിലേയം ഒന്ന് തിന്നേ പോ ആൺകിളി. ഇനി വേറെ വേർഷൻ ചിലപ്പോൾ ഇറക്കുമായിരിക്കും ആരെങ്കിലും മിക്കവാറും. അത് എല്ലാവരും ഓഡിയൻസ് മുഴുവൻ അത് ഇത് കൊണ്ട് വൈപ്പും ആ നോട്ടവും ആ പാട്ടും എല്ലാം കൂടെ ആയപ്പോൾ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം പാടിയിട്ടില്ല, തിന്നോ എന്ന് പറയുന്നത് പോകുന്നുണ്ട്. അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അതെ അതെ അല്ലേ? അല്ല, അതിലെന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന ആൾ മുഖത്ത് നമ്മൾ നോക്കുന്നുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ പറയുന്ന സമയത്ത് അങ്ങനെ ശരിക്കും പറഞ്ഞ കൊടുക്കൽ വാങ്ങലാണ് പ്രധാനപ്പെട്ട അല്ലേ? ഭയങ്കര രസമായിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പറയാൻ തോന്നും. അദ്ദേഹം ഒന്നുമില്ല, പ്രതികരിക്കുന്നൊന്നുമില്ല, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അത് പട്ടെ, അടുത്ത പട്ട ഒരു ചെറിയ പട്ടൂടെ നമ്മൾ പഴയ നാടൻ പട്ട ഏതെങ്കിലും സെറ്റിപ്പാടി ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും നാടകം തന്നെ ഏതെങ്കിലും ഞാൻ ഇതിന് അക്കമ്പനിയാണ്. അതെ, ചാനൽ നമുക്ക് എപ്പോഴും ഞാൻ എപ്പോഴും പാട്ട് പാടാറുണ്ട്. ഏത് സിനിമ പാട്ടാ പറയുന്നത്? അല്ല, എന്താണെങ്കിലും കുഴപ്പമില്ല, നാടക ഗാനം പാട്ടായിരുന്നാ മതി. ഞാൻ കേട്ടു. കുടീരങ്ങളേ വലികുടീരങ്ങളേ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളേ, ഇവിടെ ജനകോടികൾ
ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. അതൊന്നും കൂടി പാടുമോ? അടിപൊളി. ഈ സ്കെയിലിൽ ഒന്നുകൂടി പാടിക്കോ. 1 2 3 4. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. അതാണ്. അപ്പോൾ പാടാനറിയുന്ന ഒരു അഭിനേതാവ്, അഭിനയിക്കാൻ അറിയുന്ന ഒരു പാട്ടുകാരി, രണ്ടും നിറയ്ക്കിയ ഒരു സംവിധായകൻ. സൂപ്പർ. രണ്ടും അറിയാത്ത അപ്പൊ ഏതായാലും രണ്ടുപേരും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ അറിയാവുന്ന സംവിധായകൻ. രണ്ടുപേരെ ഒരുമിച്ച് ഒരു സിനിമയിൽ കൊണ്ടുവന്നൊരു സംവിധായകൻ. വളരെ നന്ദി മൂന്ന് പേർക്കും. പടം ഗംഭീരമാകട്ടെ. ഗംഭീരമായി എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ. അതെ.